അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അവിടെ അമ്മ. അപ്പം ഞാൻ സാമ്പാർ വയ്ക്കട്ടെ പറഞ്ഞിട്ട് ഏതാണ്ടാവും. വെണ്ടയ്ക്കയും വഴുതനങ്ങയും തക്കാളി ഉള്ളി മാത്രം ഇട്ടിട്ടോ കേട്ടോ കറി ഉണ്ടാക്കുന്നത്. പരിപ്പ് ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ടു. എന്താണ് അങ്ങനെ നിക്കട്ടെ കുഞ്ഞുണ്ണി, നമ്മുടെ പിന്നിൽ വന്ന് നിൽക്കുക. ഇന്നൊരു അമ്മ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാലോ. ഇന്നലെ അല്ലേ അങ്ങനെയുണ്ട് ഒരു കളി കാണാലോ നമുക്ക്. ഇന്നലെ അനിയേട്ടൻ പൂരത്തിന് പോയിക്കായിരുന്നു കേട്ടോ, കാളവേലക്ക്. എവിടെട്ടാ? പുന്നാമ്പറമ്പ്. പുന്നാമ്പറമ്പ് അതെവിടെ? അത് കടമ്പഴിപ്പുറം അല്ലാണ്ട് അവിടെ. അത് അവിടെ നിന്നല്ല, അവിടെ നിന്നും ഇങ്ങോട്ട് കേൾക്കില്ലേ. ഞങ്ങളുടെ ഇവിടെ തേര് കൊടിയേറി കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ, തേര് കൊടിയേറി. തേര് വലിയാണ് ഞായറാഴ്ച. അവിടെ എന്താ ഞായറാഴ്ച ഞങ്ങള് തൊഴുകാന് പോണം വിചാരിച്ചിട്ട് ഇന്ന് വൈകുന്നേരത്ത് പോണം. ഇറച്ചി മീനൊന്നും കഴിക്കാതെ പോണം. പക്ഷേ അല്ലേ, അതിന് ബിരുക്കാർക്കും വരാൻ അത്ര താല്പര്യമില്ല കേട്ടോ കുട്ടികൾക്ക്. ആ ഈ വരുന്നുണ്ടോ? ആ ശരി, നമുക്ക് പോവാട്ടോ. എന്താ കുഞ്ഞ റോട്ടുമ്മൽ കിടക്കണ്? അവനാണ് ഇപ്പൊ മിടുക്കൻ, അറിയട്ടെ. 7 മണിയാകുമ്പോഴേക്കും അവന്റെ കുളി കഴിഞ്ഞിട്ട് അവൻ പോയി നിൽക്കും. ഒരൊറ്റ കുട്ടികൾ വന്നിട്ടില്ല. അവൻ കണ്ടോ? ഇത് മിടുക്കനല്ലത്. ചായ വേണ്ട, ചോറും വേണ്ട, ഒന്നും വേണ്ട. റോഡിൽ ഫോണില്ലേ ബാഗും കൊണ്ടുവച്ചിട്ട് വന്ന് നിൽക്കണം. ഈ മര്യാദയ്ക്ക് വന്ന് കഴിച്ചോ. സ്കൂളിൽ നിന്ന് കിട്ടുമെങ്കിൽ സ്കൂളിൽ നിന്ന് കഴിച്ചോ. ഇവിടുന്ന് കഴിക്കാൻ എന്താ? ആ ഇതൊക്കെയാണല്ലോ ഇപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ട് നീ കഴിക്കും പറഞ്ഞു. നീ മണക്ക് ഇവിടെയുള്ള പണക്ക് അതൊന്നും വേണ്ട. എന്തേട്ടാ? സ്കൂളിൽ നിന്ന് കിട്ടും അവിലെന്ന്. ആര്? എന്താ കുഞ്ഞുണ്ണി? അശ്വിൻ 2 ദിവസം ലീവ് അത്രേ. അശ്വിൻ ലീവ് ആണെങ്കിൽ എന്താണ്? അവന് ലീവ് എടുക്കണമെന്ന്. അശ്വിന്റെ മാമന്റെ കല്യാണമാണ് മറ്റന്നേ. അപ്പൊ അശ്വിൻ ലീവ് എടുക്കണ്ടേ? മാമന്റെ കല്യാണ നടക്കെന്താ പ്രശ്നം? അതിന് നിനക്ക് പിന്നെന്താണ്? അശ്വിൻ ലീവ് അല്ല, ഞാനും പോകണില്ല. ഒരാൾ ലീവാണെങ്കിൽ ആരും പോരുത് കേട്ടോ. കുഞ്ഞുണ്ണിയെ ടീച്ചറോട് പറഞ്ഞാൽ മതി സ്കൂൾ ലീവാക്കണം. അശ്വിൻ വന്നിട്ട് സ്കൂൾ പറഞ്ഞാൽ മതി എന്നുള്ളത് കേട്ടോ. അവൻ അങ്ങനെ മീഡിയം എന്നൊന്നും പറയാൻ പറ്റില്ല. കുട്ടി പഠിക്കട്ടോ, ഒരു മീഡിയം കാരനാണ് അവൻ. അങ്ങനെ പ്രത്യേക മീഡിയം ഒന്നും ഇല്ല ഏട്ടാ. എന്റെ കുട്ടീനെ നിങ്ങൾ കളിയാക്കണ്ട. എന്റെ കുട്ടി നല്ല കുട്ടിയാണ്. അല്ലേ? കൈ വളരണുണ്ടോ കാല് വളരണുണ്ടോ പറഞ്ഞിട്ട്. എന്നിട്ട് വളർന്നു കാണിച്ചു കൊടുത്ത കൈ വളർന്ന് കാണിച്ചു കൊടുത്ത പിന്നെ ഇതാ കൈ കാണിച്ചു കൊടുക്ക്. വളർന്നു കാല് കാണിച്ചു കൊടുക്ക്. പോയി കുളിച്ചോ. കൈ വളർന്നു പോയി കുളിച്ചോ. ശരിക്കും പറഞ്ഞല്ലേ, ഈ സാമ്പാർ വെക്കുമ്പോ, ഇഡ്ഡലി സാമ്പാർ വെക്കുമ്പോ ഒരു കഷ്ണം മത്തൻ ഇട്ട് കഴിഞ്ഞു വെച്ചാൽ നല്ല രസാട്ടോ. ആ മത്തൻ്റെ ഒരു ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ലമ്മ ഇന്ന് മത്തനില്ല. ചേന അത് ഉപ്പേരി വെക്കാനാ. അത് ഉപ്പേരി വെക്ക. അതിന് മുട്ടക്രോസില്ലേ ക്യാരറ്റും കൊണ്ടുവരും. അതന്നെ ഒരു 3 ദിവസം ഉപ്പേരി വയ്ക്കും. മിഞ്ഞാന്ന് അമ്മൂന് സ്കൂളിലേക്ക് ചോറ് കൊടുത്ത് വിട്ടിട്ടില്ലേ, മുട്ടക്രോസ് ആയതും കൊണ്ട് അവള് ചോറുണ്ണാതെ അങ്ങോട്ട് കൊണ്ടുവന്നേക്കണു. അവള് പറയേ ഇനി അത് എന്നിട്ട് ഇന്നലെ സുകന്യ അത് നുറുക്കാവുന്നതാണ് കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു ഇനി അത് നുറുക്കണ്ട, ഉച്ചയ്ക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പം ഇന്നലെ വൈകുന്നേരം ഉച്ച കഴിയുമ്പോൾ നമ്മൾ കുമ്പളങ്ങിയും കോഴിയും വെച്ചിട്ടോ. അപ്പം അത് കാരണം അത് എടുത്തില്ല. എന്താണ് മാറ് തണുപ്പ്. നമ്മൾ ചെയ്യുമ്പോ നമ്മുടെ മക്കൾക്ക് അത് ചെയ്തു കൊടുക്കണം, നമുക്ക് ഉഷാറുണ്ടാവില്ലേ. അങ്ങനെ ഞാൻ പറഞ്ഞില്ല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. എൻ്റെ അമ്മ തൈര് കഴിഞ്ഞമ്മ ചെടി തൈര്
എനിക്ക് ഈ പാക്കറ്റ് പാലില്ലേ ചായ വെക്കുന്ന സമയത്ത് എന്തോ ഒരു ജാതി തോന്നുള്ളൂ, ഒരു മണം പറ്റണില്ല അല്ലമ്മ അതിന്റെ. പല്ല് തേച്ചടാ ചെക്ക, പല്ല് തേക്കട ചെക്ക, പല്ല് തേക്കട ചെക്ക. ആര് അവൻ നോക്കിയ 2 കണ്ട് പല്ല് തേക്കണ വെക്കോ, മിടുക്കനാണ് അവൻ. പൊട്ടില്ലാന്നോ? എന്ത് ബ്രഷോ? ബസ് ഇപ്പൊ വരട്ടുണ്ണി, ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. യൂണിഫോം ഷർട്ട് അവിടെ അവിടെ ഇല്ലേ? എവിടെന്നറിയാ? പുറത്ത് നോക്കിയൊക്കെ. കുഞ്ഞിനെന്താ ഇന്നലെ പഞ്ചാര കൂട്ടി കഴിക്കണേ? പുറത്ത് നോക്കുണ്ണി, ഇഡ്ലിപ്പൊടി അതവിടെ ഉണ്ടേ. ഇന്നലെ എടുത്തിട്ട് അവിടെ വെച്ചതാണ്, അത് അവിടെ കണ്ടോ? സൂനി അത് എടുത്ത് വെച്ചത് പുറത്തുനിന്ന്. അത് അവൻ ഇങ്ങനെ ഇരുന്നിട്ട് എന്റെ സമയം കളയാണ്. ഞാൻ തേക്കണില്ല, ഞാൻ മിടുക്കനാണേ. എല്ലാ പല്ല് എത്തുമ്പോഴേക്കും 9 മണിയാവുമോ? എന്റെ കുട്ടി വേഗം തേച്ചടാ. അത് അടച്ചു വെച്ച സുവിനി ഒരുപാട്. ബെൽറ്റോ? ബെൽറ്റ് നായക്കൂട് കിടന്നു, നായക്കൂട്ടിൽ കിടന്നു. അത് ആര് ബെൽറ്റാ നിൽക്കറിയില്ല. അതൊന്നും കറുപ്പ് സ്കൂളത്തെ ബെൽറ്റ് അല്ല, വേറെ. കുഞ്ഞുണ്ണിയെ എന്റെ ഒരുക്കം കഴിയുമ്പോഴേക്കും ബസ് വരട്ടോ, വേഗം തേക്ക് കുട്ടി. വേറെ അവിടെ പുതിയ വീട്ടിലുണ്ട്, അങ്ങനത്തെ ഉള്ളിൽ കൂടെ തേക്ക്. അത് ആ അടുപ്പിലാണ്ട് ഒഴിച്ചാ മതി. ചോറ്റുപാത്രത്തിലെ എണ്ണ, ചോറ്റുപാത്രത്തിലല്ല, കാട വറുത്തതിന്റെ എണ്ണ. അത് അടുപ്പിൽ വെച്ചോ, കത്തുമല്ലോ. അതിനെടുത്ത് വെച്ചിട്ട് എന്തുണ്ടാക്കാനാ? കാട ഫ്രൈ. അത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയല്ലേ, എനിക്കിപ്പോൾ ചൂടാക്കാൻ പറ്റില്ലല്ലോ. അത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയല്ലേ, എനിക്ക് ചൂടാക്കാൻ പറ്റില്ലല്ലോ അറിയാം. പിന്നെ ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ. കണ്ട എന്താ കത്തണ കത്തല്, എന്താ കത്തണ കത്തല് അറിയ. സോപ്പ് ഉണ്ടാക്കാൻ നല്ലതാ. സോപ്പ് അതിനൊക്കെ തോനെണ്ണമാണ്. ഇതുകൊണ്ട് എന്താ സോപ്പ് ഉണ്ടാക്കണം? അല്ല, ഉണ്ടാക്കാൻ അങ്ങനെ. ആ കുട്ടി ഇന്ന് പൂവില്ലാച്ചിട്ട് അശ്വവിനോദിനെ നോക്കണ്ടുണ്ണി. അവൻ കുട്ടി വന്ന അശ്വവിനോദിനൊന്നും നോക്കണ്ട. ആദ്യം വരും കുട്ടിക്ക് കൂട്ടി. കിച്ചുവിന്റെ ഷർട്ടില്ലേ, ഭയങ്കര ടൈറ്റ് ആയിക്കണു. ചെക്കന് 2 ഷർട്ട് എടുക്കണം. ഇനിയിപ്പോ സ്കൂള് ഇനിയിപ്പോ എടുക്കണം. എന്തിനാ വിചാരിച്ചു? ഇനി ഒരു ആകെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞ സ്കൂള് പൂട്ടില്ലേ. കിട്ടിയോണ്ണീ? എന്റെ സൂന്യ, അത് ഇന്ന് പുറത്തെവിടെങ്കിലും ഒഴിച്ചാൽ മതി കേട്ടോ. അങ്ങനെ കരി പിടിക്കുന്നത് കൂടെ. എന്താ കറുത്ത പുക പോണേന്ന്? ഇതിന് പുറത്തെവിടെങ്കിലും ഒഴിച്ചു കളയാറുന്നല്ലേ. തീ കത്തിക്കുമ്പോ അയ്യോ, അത് മുഴുവൻ ആ പാത്രം കൂടി കറുത്തു. ഇപ്പൊ ഇഡ്ലി പാത്രം ഏതാന്ന് അറിയാണ്ടേ. ഇപ്പൊ ഇഡ്ലി പാത്രം ഏതാന്ന് അറിയാണ്ടേ പറയാ. നല്ല കരി പിടിക്കണം. ആ ചിരട്ടയിലും തീ പിടിച്ചു. അതല്ല, അച്ചുവിനില്ലേ സ്കൂളിൽ നിന്ന് ഭക്ഷണം കിട്ടും കേട്ടോ. അച്ചുവിന് നല്ല ചോറ്, ഉപ്പേരി, ചിക്കൻ കറി, മീൻ കറി ഒക്കെ ഉണ്ടാവും. സ്കൂൾ ബസ് വരുന്നു. ഉണ്ണി പോടാ. നീ അങ്ങോട്ട് നടന്നിട്ട് ഇങ്ങോട്ട് നടന്നു. നീ അത് സ്കൂൾ ബസ്സാണല്ലേ, എൻ്റെ ബസ്സല്ലാന്നല്ലേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ ബസ്സേനെ പൊക്ക മതി. അത്രയൊക്കെ ഇപ്പോൾ തേച്ചാൽ മതി, ബാക്കി താഴെ തേക്കാം. പൊക്ക കുട്ടി എല്ലാം എന്തെങ്കിലും സോപ്പിട്ട് കൊണ്ടുപോകും. വെണ്ടയ്ക്ക് മാത്രം, വെണ്ടയ്ക്കും വഴുതനങ്ങയും മാത്രമേ ഉള്ളൂ പറയാം. അത് മതി, അത് മതി.
എന്തമ്മാ ഇനി കുറച്ച് ഉപ്പ് കൊടുത്ത കിട്ടിയോ കിച്ചു? കിട്ടിയോ? എവിടെ ഇപ്പൊ ബെൽറ്റൊക്കെ വലിച്ചിരുന്നവര്? കിച്ചുവിന്റെ ബെൽറ്റ് അതിന് ഓരോ ഭാഗത്ത് അതില്ലേ എടുത്തു കൊടുത്ത് ശീലാക്കാൻ പാടില്ല. എപ്പോഴും നമ്മളങ്ങനെ എടുത്തു കൊടുത്ത് ശീലാവുമ്പോൾ അല്ലേ അവർക്ക് പിന്നെ നാളെ തന്നെ. ചെറിയ കുട്ടികളെ വെച്ചാൽ കുഴപ്പമില്ല, 6ാം ക്ലാസ്സിലെത്തിയില്ലേ തെരഞ്ഞു കണ്ടുപിടിക്കട്ടെ. ഞാൻ എപ്പോഴും പറയും കേട്ടോ, കൊണ്ടുവന്ന് കഴിഞ്ഞു വെച്ചാൽ ഇങ്ങനെ നമ്മുടെ ജനലിൻ്റെ അവിടെ തൂക്കിയിട്ടാൽ മതി എന്നുള്ളത്. പിറ്റത്തെ ദിവസം അത് എടുക്കുമ്പോൾ ഓർമ്മ ഉണ്ടാവില്ലേ ബെൽറ്റ്? അപ്പോൾ ഓർമ്മയേ ഉണ്ടാവില്ല. ദിവസം ചെരുപ്പ് തിരയാനൊരാൾ, ബെൽറ്റ് തിരയാനൊരാൾ, ചോറ്റുപാത്രം പിന്നെ നമ്മൾ എടുത്തു കൊടുക്കണം. എന്താ വെച്ചാൽ നമ്മളെ അടുക്കളയിൽ വയ്ക്കുമ്പോൾ നമ്മൾ കഴുകിയിട്ട് അവിടെയും ഇവിടെയും വെച്ചിട്ടല്ലേ. ബാക്കിയുള്ളതൊക്കെ അവർക്കില്ലേ കുറച്ച് കളി കൂടുതലാണ്. അത് അച്ഛനെയും കൂടി ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അവളുടെ ഒരു സാധനം എടുത്തിട്ടുണ്ട്, അവൾക്ക് വേണ്ടതൊക്കെ അതെടുത്തിട്ട് പോകുന്നുള്ളൂ. അമ്മു എവിടെ? അമ്മു അപ്പുറത്തല്ലേ? ഒരു 8 പാത്രം എടുത്താണ് കഴിക്കാമോ? കഴിക്കുകയും ചെയ്തോ? അമ്മു കറി കൊണ്ടുപോകാനൊരു പാത്രം എടുത്തോ. ചമ്മന്തിപ്പൊടി അവിടെ ഉണ്ട്. അച്ഛൻ ഗുളി കഴിക്കുമാതിരിയാണ് ഇഡ്ഡലി കഴിക്കുന്നത്. എന്താട്ടാ? അച്ഛൻ ഗുളി കഴിക്കുമാതിരി ഇഡ്ഡലി കഴിക്കുന്ന പറയുക. ഒരു പൊട്ടറ്റ അധികം കയറി കഴിഞ്ഞാലേ, ഒരു പൊട്ടറ്റ അധികം തിന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായാലോ വെച്ചിട്ടാ. അങ്ങോട്ട് തിന്നച്ച ഒരു 10-15 എടുത്തിട്ടേ. അത് നമ്മുടെ പുതിയ എന്താണ് ഇങ്ങനെ? നമ്മുടെ സാമ്പാറും ആയിട്ട് അങ്ങനെ നമുക്ക് ഉച്ചയ്ക്കുള്ള ചോറിനും ആയി. ഇല്ലേട്ടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ചോറ് വെക്കാനൊന്നല്ല പണി, കൂട്ടാൻ വെക്കാനാണ് പണി. ചോറ് വെക്കാൻ എന്താ പണി? അല്ല പറയാ, ചോറ് വെക്കാൻ അരി അടുപ്പത്തിട്ട് കഴിഞ്ഞ് വെച്ചാൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചോറായി. കൂട്ടാൻ വെക്കുമ്പോഴാണ് പണി. അതിൽ ഉപ്പ് കൂടി മുളക് കൂടി അങ്ങനെ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ അതും കേൾക്കണം അല്ലേ? വേണം. അതും വേണം, എല്ലാം കേൾക്കണം. ഏത് വീട്ടിലും ഏറ്റവും വലിയ പ്രശ്നം അതായിരിക്കും എനിക്ക് തോന്നുന്നു കേട്ടോ. പലഹാരം ഉണ്ടാക്കാനൊന്നും ആയിരിക്കില്ല. ഇത് എൻ്റെ അച്ഛൻ പറയാറുണ്ട്, സദ്യക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തില്ലേ, വേറെ ഏത് കറികൾ നന്നല്ലെങ്കിലും സാമ്പാർ നന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറ് വയറ് നിറച്ച് കഴിക്കാന്ന്. അത് ശരിയല്ലേ? അത് ശരിയാ. ഞാൻ എൻ്റെ മകൻ്റെ ഇതെടുത്ത് കൊടുക്കട്ടെ. എന്താണെന്നറിയോ, ഷർട്ട് ഇത് കുഞ്ഞിനിടാനേ പറ്റുള്ളൂ. അച്ചുട്ടി കഴിക്കൽ കഴിഞ്ഞോ? അമ്മൂൻ്റെ എടുത്താ? അമ്മൂനോട് കറി എടുത്തോളാം. അമ്മോ കുഞ്ഞും പോവുകയും ചെയ്ത ബാഗ് മാത്രമാണല്ലോ, കുഞ്ഞിനെ കാണാനല്ലോ. കിട്ടിയോ സൂന്യെ? കിട്ടിയോ കിച്ചുവിനുള്ളത്? ഇങ്ങനെയൊന്നും കാണാല്ലേ. സതീഷിന് കുറവായില്ല? ഇനി എന്താണ് രണ്ടാളും കൂടി അവനടങ്ങറാക്കണേ? ഞങ്ങളെ നോക്കണം കൂടിയില്ല എൻ്റെ കുട്ടി. കുട്ടിന്ന് മാറിയില്ലേ? അപ്പച്ചാ ഇപ്പൊ കാലുവേദന മാറിയില്ലേ? കിടക്കണോടത്ത് കിടന്ന് വാലാട്ടില്ലാണ്ട് അതങ്ങനെ തന്നെ ദിവസം. ഏട്ടാ കിച്ചുനേ കാലുവേദന മാറിയെന്ന്. അമ്മു സാമ്പാർ എടുത്തോ? കാലുവേദന മാറിയെന്നോ? അമ്മു പൊടി മാത്രം എടുത്തുള്ളൂ. അതിന് ഓടാന്ന് പൊടി മാത്രം എടുത്തുള്ളൂ. കാലുവേദന ഉണ്ടാവേ. നമ്മുടെ പൊന്നുവിന്റെ പണി നോക്കി വെക്ക്. ഇതാണ്ടോ, അവിടത്തെ ചവിട്ടി ഇവിടെ കൊണ്ടുവന്നിടും, ഇവിടത്തെ ചവിട്ടി അവിടെ കൊണ്ടുവന്നിടും. ഇത് കത്തിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാട്ടോ. പക്ഷെ ഇവിടെ കത്തിച്ച് കഴിഞ്ഞു വെച്ചാലല്ലേ ഈ റംബൂട്ടാൻ നാശാവെന്ന് പറഞ്ഞിട്ടേ ടാർപ്പായൊക്കെ കത്തിപ്പോ. ടൈറ്റായി കൊടുക്ക്. നമ്മുടെ മറ്റേ ചോപ്പും പോയില്ലേ? ചോപ്പ രാവിലെ ആകുമ്പോഴേക്കും ചോപ്പന്റെ പണിക്ക് പോകും. ഞാൻ തൊടില്ല. തൊടണോ പപ്പൂനെ? ചാച്ചി കുളിക്കാട്ടെന്ന്. ഇന്ന് പപ്പൂന് ചാച്ചി കുച്ചാട്ടോ. ഏട്ടാ ഇന്ന് ചാച്ചി കുപ്പിച്ചു തരാട്ടോ. എന്നാലും എൻ്റെ കുട്ടിക്ക് ചൂട് വരാൻ തുടങ്ങിയേ. ചൂടേ പോവാ. അമ്മ കാത്തിക്ക. അച്ഛൻ്റെ പാസം ഇന്നലെ പാത്രം കാണല്ല. അല്ല, അത് മുറുക്കി കൊടുത്താ ഞാൻ ഇട്ട് കൊടുത്തേ.
ഇതെന്താ ഇങ്ങനെ ഇട്ടക്കണ്? അത് ഇന്നലെ അവിടേക്ക് ഞാൻ പൂരത്തിന് പോകാൻ നിൽക്കുമ്പോൾ ഇട്ട് കൊടുത്ത. ആ കട്ടിംഗ് പ്ലെയർ അവിടെ ശ്രദ്ധിക്കണം കേട്ടോ. പിടിച്ചാൽ മതി. സ്വർണത്തിനും വെള്ളിക്കൊക്കെ നല്ല വിലയാണ്. പോണ്ട, ആശിച്ചിട്ടൊന്ന് വാങ്ങിയിട്ട്. ഇല്ലേട്ടാ അതാ മറ്റേതോ അത് ഇട്ടിട്ടുണ്ട്. അച്ചു പറയണേ, അച്ചുവിന് 100 രൂപയുടെ ഇങ്ങനത്തെ പാസർ വാങ്ങി കൊടുത്താൽ മതി ഇത്രേ. ഇപ്പം എല്ലാ കുട്ടികളും ഇങ്ങനത്തെ പാസറായിട്ടിട്ട് വരുന്നത്. മതി അച്ചു. നീ ആദ്യം ഇതും കൊണ്ട് നടക്ക്. ഇനി അത് വെറുതെ കിട്ടില്ല, 100 കളയണ്ടേ. ദോശ ഉണ്ടാക്കണോ നീ കുറച്ച്? ഞാൻ ദോശ ഉണ്ടാക്കിക്കോളാം. അത് മുഴുവൻ കത്തിപ്പോയോ? ഒരു ഓയിലൊടിക്കുണ്ട്. ഒരു ലിറ്റർ എണ്ണ മുഴുവൻ അടുപ്പിൽ. 1 ലിറ്റർ ഒന്നുമില്ല. എന്താ ഇനി കേട്ടാ? തുണി കത്തിയില് വെള്ളം പോയി. പറയില്ല ഇനിയിപ്പോ. ഇഡ്ലി തീറ്റ കഴിയുമ്പോ പറയണ്ട നീ. വറക്കാനുള്ള മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് വാങ്ങിട്ട്. എന്തിന് മീന്? നീ കാണുമ്പോഴേക്ക് ഛർദിക്കാൻ വരെ ഇപ്പൊ. ഇന്നലെ കുമ്പളങ്ങി ഇതാക്കി അമ്മ അറിയാണ്. ഇങ്ങനെയൊക്കെയാണ് വെച്ചാൽ ചോറിനാൻ തോന്നുന്നുണ്ട് ഇത്ര. ഇറച്ചി കണ്ടപ്പോളാ അങ്ങനത്തെ ഇങ്ങനെ എന്തെങ്കിലും മതി ഇത്ര. സാമ്പാർ വാങ്ങിട്ട് വരാം. അരക്കിലെ മീൻ വാങ്ങി 2 ദിവസം ഉണ്ടാവുമല്ലോ. അരക്കിലെ മീൻ വാങ്ങി 2 ദിവസം ഉണ്ടാവുമല്ലോ. അറിയാം, ആരും പിന്നെ വേണം പറയില്ലല്ലോ. ദോശ ഉണ്ടാക്കട്ടെ ഞാൻ. ദോശ ചട്ടി അവിടെ അല്ലേ? അവിടെ എവിടെ ഇവിടെ ഉണ്ടായിരുന്ന ആ വലിയ പുതിയ ചട്ടി അവിടെ. അതൊന്നും നോക്കട്ടെ. ആരും കൊതിച്ചൊരു ഇതും കൊല്ലൊന്നും ഉണ്ടാക്കി നോക്കട്ടെ. പുതിയ ചട്ടി, പുതിയ തുടക്കം, പുതിയ പ്രതീക്ഷ. ചട്ടിയിലാണ് പ്രതീക്ഷ. നീ ആദ്യം ഇഡ്ഡലി തിന്ന ഏത് നോട്ടേർക്ക് പോ. നോക്കി നോക്കാന്ന്. നമ്മൾ കുറേ ദിവസമായി മയക്കി വെച്ചിട്ട് ഇനിയൊന്ന് മയങ്ങിയോ നോക്കട്ടെ. ചിലവർ പറയുന്ന പോലെ ആ കത്തി ഒന്ന് എടുക്കൂ. നമ്മള് കല്യാണ വീട്ടിലായിരിക്കില്ലേ? എന്നാ കല്യാണം കഴിഞ്ഞിട്ട് തരുന്ന പോലെ 1-ാം തീയതി തരും. ഞായറാഴ്ച. അയ്യോ പോണ്ട കേട്ടോ. നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നീ ശനിയാഴ്ചയും പോണ്ട. കുഞ്ഞുണ്ണി ഇന്നില്ലേ 2 ഇഡ്ഡലി സാമ്പാർ കൂട്ടി കഴിച്ചിട്ട. 2 ഇഡ്ഡലി. അതിനവൻ മിടുക്കനാണ്. ഞാൻ പറയല്ലേ എപ്പോഴും. അത് ഏട്ടൻ മാറ്റി തരാന്ന് പറഞ്ഞതാ. നിന്റെ കെട്ടിയന്റെ പോലെ എന്റെ കെട്ടിയ ഫോണിന്റെ ഗ്ലാസ് മാറ്റി തരില്ല. നോക്കാണ്ടല്ലേ പറയും. ഇവിടെ എന്തോ നീ ആദ്യം ഇഡ്ഡലി തിന്ന പയ്യെ കാര്യങ്ങൾ അന്വേഷിക്കണ്ടേ. കന്നിദോശയാണ് സുകന്യ. കന്നിദോശയാണ് പറയുക. കന്നിദോശ അത് ശരിയായില്ലല്ലോ. ആദ്യമായിട്ട് ഉണ്ടാക്കണം. അത് നല്ലെണ്ണ തേച്ച് ഇതാക്കിയതാണേ. നല്ലെണ്ണ റെഡിയായിരുന്നു കേട്ടോ. സംഭവം റെഡിയായിരുന്നു. അമ്മോ അതൊന്ന് ശരി വേണ്ടേ? നല്ലെണ്ണ തേച്ചിട്ടേ റെഡിയായിരുന്നു. നല്ലെണ്ണ തേച്ച് ഇങ്ങനെ വെക്കാൻ പറഞ്ഞു. അപ്പം ഇങ്ങനെ എണ്ണ അധികം വേണ്ടി വരില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തതാട്ടോ. വെയിൽ കൊള്ളിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഉണക്കി നീർദോശയൊക്കെ ഉണ്ടാക്കാൻ. അമ്മമ്മ വിളിച്ചില്ലല്ലോ? അല്ലെങ്കിൽ രാവിലെ വിളിച്ചോ? എന്നെയാണ് കിട്ടാത്തല്ലേ. അമ്മ വരാന്ന് പറഞ്ഞതാണ് കേട്ടോ.
കുറേ കൂട്ടുകാർ ചോദിച്ചിരുന്നു പ്രത്യേകിച്ച് അമ്മ അന്ന് വന്ന് പോയതല്ലേ, അമ്മേനെ ഒന്ന് ഇടയ്ക്കൊന്ന് വീഡിയോയിൽ കാണിക്കുന്നു. അമ്മയ്ക്ക് ഭയങ്കര തിരക്കാണെന്ന്. അമ്മേനെ വീഡിയോയിൽ കാണിക്കാൻ പറ്റണ്ടല്ലേ ചേട്ടാ? വീഡിയോയിൽ കാണിക്കാൻ അമ്മ വരണ്ടേ? ഇവിടെയൊക്കെ വിട്ട് വരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റത്തെ ഏതും കൊണ്ട് നമുക്ക് മെല്ലെ എടുക്കാൻ പറ്റുള്ളൂ. കന്നിപ്പാത്രം. ഒച്ചക്കൂറ് പാത്രമുണ്ട്, ഇച്ചോർ പാത്രമുണ്ട്, മോതിരം പാത്രമല്ല മോതിരം അല്ലേ. ഇതെല്ലാം രാത്രി കിടക്കുമ്പോൾ അനിയേട്ടൻ പറഞ്ഞു അമ്മ ചേച്ചിയുടെ അടുത്ത് പോയി കിടക്കുക പറഞ്ഞു. സ്റ്റെപ്പിന്റെ അവിടെ നിന്നിട്ട് തിരുവാതിരക്കളി കളിക്കുക, അങ്ങോട്ട് നിൽക്കുക, ഇവിടെ വന്ന് നടക്കാൻ പറഞ്ഞിട്ട്. ഇവിടെ ഇല്ല, അവിടെ കിടക്കാൻ വിളിക്കുക. നിക്കത് വരട്ടെ. അമ്മു ഇതൊന്ന് ശരിയാവട്ടെ. ഫസ്റ്റത്തെ അല്ലേ മുട്ടി? കല്ലിന് മനസ്സിലാവണ്ടേ ദോശ ഉണ്ടാക്കണമെന്നുള്ളത്? യെസ്, ശരിയായിട്ടോ. അപ്പൊ ഞാനും അടിപൊളി ശരിയായില്ലേ? ഞാനിത് എന്താ ചെയ്തതെന്നറിയോ? പുളി ഇട്ടിട്ട് വെള്ളം ഇട്ടിട്ട് തിളപ്പിച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് നല്ലെണ്ണ ഇല്ലേ, നല്ലെണ്ണ വെച്ചിട്ട് വെയിലത്ത് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശച്ചട്ടി ഇതുണ്ടോ? അപ്പോൾ അതിലിങ്ങനെ എണ്ണ വരുന്നുണ്ടല്ലേ. എന്താടാ ഉഷാറായിട്ടോ സംഭവം. പക്ഷെ അത് ചൂടധികം പാടില്ല കേട്ടോ. ഇരുമ്പ് ചട്ടി ആയതുകൊണ്ടേ ചൂടധികം പാടില്ല. തീ കത്തിക്കണ്ടല്ലോ. തീ കത്തിക്കണ്ട. ദോശ വേണ എന്തോ നോക്കണം നോട്ടോ. ദോശ വേണ്ട വേണോ? ദോശ വേണോ? വേണോ? അതാ ദോശ. കണ്ടില്ലേ തരാട്ടോ. ഫസ്റ്റ് ഉണ്ടാക്കിയ ദോശ അതിക്ക് നോക്കണം കൂടിയില്ല. വേണ്ട, കൊടുക്കണ്ട അവനിപ്പോൾ വേണ്ട. അത് കൂടെ അങ്ങനെ എറിഞ്ഞ ആൾക്ക് എന്താ വേണ്ടേ? കാണാണ്ടാണേ താടി തൂങ്ങിട്ടേ. കണ്ണ് കാണാണ്ടേ? താടി തൂങ്ങിയിട്ടാണെന്ന് കണ്ടോ? അവൻ്റെ ആ സംഭവല്ലേ അങ്ങനെ തൂങ്ങല്ലേ. ചുക്കുവെള്ളത്തിന് അടുപ്പത്തേക്കിട്ടെ. എന്നിട്ട് ഇത് വട്ടത്തിൽ വലുതാക്കാൻ പറ്റും കേട്ടോ, അത്രയും വട്ടത്തിൽ. പക്ഷേ എന്താ ചൂട് കൂടിയിട്ടേ ഒന്ന് ചൂട് കമ്മിയാവണം. ഇതായിരിക്കില്ലേ കടയിലൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് അടിച്ച് ഇതാക്കണത് അല്ലേ? കുറ്റിച്ചൂരും ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് വെച്ചാൽ മതി. കുറ്റിച്ചൂര് ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് വെച്ചാൽ മതി ദോശ ഉണ്ടാക്കുമ്പോഴേ. നാളെ മുതൽ ഇനി ഏട്ടന് ദോശ ഉണ്ടാക്കാൻ തരാം. അപ്പൊ ഏട്ടനൊരു ദോശ ഉണ്ടാക്കുമ്പോഴേ ആ മിറ്റടിക്കുന്ന ചൂര് ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് വെച്ചാൽ മതി. അപ്പൊ അതന്നെ പറഞ്ഞു, ചായക്കടയിൽ കണ്ടിട്ടില്ലേ ബക്കറ്റും വെള്ളമൊക്കെ വെച്ചിട്ട് അടിച്ചു കുത്തിയൊക്കെ കണ്ടിട്ടില്ലേ? ചക്ക മൂക്കാറായോ? അതുപോലെ ചക്ക മൂക്കാറായി. കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാ വീട് ഉറങ്ങിയില്ലേ? കുട്ടികളില്ലെങ്കിൽ എന്താ അത് ബോറടിക്കുന്നു പറയാന്. ഏട്ടൻ പറഞ്ഞിട്ട് നീ അതിനെ ചൂടാക്കണ്ട. ഞാൻ വിചാരിച്ചു രാവിലെ, ഇന്നലൊക്കെ അത് ഓർമ്മയേ ഇല്ല കേട്ടോ, അരി അരക്കാട്ടതേ. ഞാനെന്ത് വിചാരിച്ചെന്നറിയ സൂന്യ, നമുക്കിന്ന് വൈകുന്നേരം ആകുമ്പോൾ ഇന്ന് രാവിലെ എന്താ ബ്രെഡും വൈകുന്നേരം അയ്യേ രാവിലെ എന്ന് പറഞ്ഞത് വൈകുന്നേരം ആയി പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മളില്ലേ ഇന്ന് ഇതുണ്ടാക്കാന്ന് വിചാരിച്ചു. ബ്രെഡ് ആവി കയറ്റിയതും ഗ്രീൻ പീസ് കറി. ഗ്രീൻ പീസ് എന്നിട്ട് അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേ. 2 പാക്കറ്റ് ബ്രെഡും വാങ്ങി. ഇനി വൈകുന്നേരത്തെ ഉണ്ടാക്കാം അല്ലേ? പൂദോശൻ്റെ പൊന്നൂസിന് ഓരോ കുഞ്ഞു ദോശ ഉണ്ടാക്കി കൊടുക്കട്ടെ. കുഞ്ഞി ദോശ ഇതിൽ കുറച്ച് നെയ്യും കുറച്ച് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നന്നാവും അല്ലേ? എന്താണത് വണ്ടി ചേട്ടൻ പഠിക്കുക
എന്താ സോനി കണക്കുണ്ടോ? അല്ല പിന്നെന്താ അടുപ്പ് കണ്ണീന്ന് എണ്ണീറ്റ് ഓടുന്നു? ഓ ഇത് മറച്ചിടന്നാണ് അവിടെ. നന്നായി. പൊന്നൂസ് എണ്ണീറ്റില്ലല്ലോ. പൊന്നൂസ് നീച്ചിട്ടില്ല. ഞാനിത് വാങ്ങി വെച്ചിട്ട് ചോറിന് വെള്ളം വെക്കട്ടെ. ആ എണീറ്റായിരുന്നു. ദോശ അപ്പങ്ങളെമ്പടും മുറ്റയ്ക്ക് ചുട്ടമ്മായില്ലേ. ഇവിടെ ചെയ്ത് വന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് ഒറ്റയ്ക്ക് ഈനുണ്ടോ. എൻ്റെ കഷ്ടപ്പാട് അറിയണം നിങ്ങൾ അല്ലേ? അറിയണം ചേട്ടാ. എന്നോട് സ്നേഹം വേണം പറഞ്ഞില്ലേ? വേണ്ടേ? സ്നേഹമൊന്നും വേണ്ടല്ലേ ചേട്ടാ? സ്നേഹമൊന്നും വേണ്ടപ്പോ. ഇങ്ങനെ പൊട്ടിക്കാൻ പാടില്ല എന്ന് എൻ്റെ അമ്മ എപ്പോഴും പറയട്ടോ. പക്ഷെ എനിക്കതിങ്ങനെ ശീലമായിട്ടേ അങ്ങനെ കാലും കൊണ്ട് അത് അങ്ങനെ എത്ര ആൾക്കാർക്ക് അപകടം പറ്റിയെന്ന്. പക്ഷെ ചെയ്യരുത് എന്ന് പറഞ്ഞത് കാര്യമില്ലേ? എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. അമ്മ എപ്പോൾ വരുമ്പോഴും ചീത്ത അറിയുന്നവര്. അപ്പൊ അതിനല്ലേ ഇവിടെ മടാൾ, ഇത്ര വലിയ മടാൾ എന്നും അമ്മ ചീത്ത അറിയുന്ന ഒരു കാര്യമാണ്. എന്തെന്ന് അതന്നെയാണ് പറയണത്. വിശേഷം നിർത്തുകയാണെങ്കിൽ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.